നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. കുറച്ചു കാലം മുമ്പ് നമ്മുടെ ഫ്ലവേഴ്സ് ചാനലിൽ വന്ന ഒരു ചോദ്യത്തെ ബേസ് ചെയ്താണ് ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത്. നമുക്കാദ്യം ആ ചോദ്യവും അതിന്റെ ഉത്തരവും ഒന്ന് കണ്ടു നോക്കാം. ഏത് കായിക ഇനത്തിലാണ് ചൂതാട്ടക്കാരൻ, പോലീസ്, സത്രം സൂക്ഷിപ്പുകാരൻ, വ്യാപാരി, ഡോക്ടർ, നെയ്ത്തുകാർ, കൊല്ലൻ, കൃഷിക്കാരൻ എന്നിവരെ കാണാൻ സാധിക്കുക? ഓപ്ഷൻ എ ചീട്ടുകളി, ഓപ്ഷൻ ബി ചെസ്, ഓപ്ഷൻ സി ബില്യാർഡ്സ്, ഓപ്ഷൻ ഡി ഗോൾഫ്, ഓപ്ഷൻ ഇ സ്നൂക്കർ. ചൂതാട്ടക്കാരൻ, പോലീസ് ഉണ്ട്, സത്രം സൂക്ഷിപ്പുകാരനുണ്ട്, വ്യാപാരിയുണ്ട്, ഡോക്ടറുണ്ട്, നെയ്ത്തുകാരുണ്ട്, കൊല്ലനുണ്ട്, കൃഷിക്കാരനുണ്ട്. ആ പിടിവള്ളി എടുത്താലോ നമുക്ക്? പിടിവള്ളി വേണം അല്ലേ? ഒരു പിടിവള്ളി വേണ്ടി വേണം വേണം. കുട്ടേട്ടന്റെ ആണോ? കുട്ടേട്ടന്റെ ആയിക്കോട്ടെ. ആയിക്കോട്ടെ. കുട്ടേട്ടാ, കുട്ടേട്ടാ സഹായിക്കണേ. തീർച്ചയായിട്ടും ജയരാജ് വാര്യർ 2 ഓപ്ഷൻസ് പറയും. അതിൽ ഒന്ന് ശരി ഉത്തരമാണ്. ബി ചെസ്, ഡി ഗോൾഫ്. ഇനി എളുപ്പമായില്ലേ? ചെസ്സും ഗോൾഫും മാത്രമേ ഉള്ളൂ. ആ അപ്പൊ എളുപ്പമായി. ആ എളുപ്പമായില്ലേ? നമുക്ക് നേരെ പോവാനുള്ളത് ചെസ്സിലേക്ക് പോവാം. ചെസ്സിലേക്ക് പോവാം. പൂട്ടാമോ? കൂട്ടാം. ഓപ്ഷൻ ബി ചെസ് പൂട്ടിയിരിക്കുന്നു. തുറക്കട്ടോ? തുറക്കാം. ഒന്ന് പിടിച്ചോളൂ, അവിടെ നിന്ന് പിടിച്ചോളൂ, അവിടെ നിന്ന് പിടിച്ചോളൂ, പേടിക്കരുത്. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ആ ചെസ്സിലെ ഭടന്മാരാണല്ലോ ഇവരെല്ലാം. അതെ അതെ. അപ്പൊ 1,00,000 രൂപ. ഇതായിരുന്നു നമ്മുടെ ചോദ്യവും ഉത്തരവും. ഇതിനെക്കുറിച്ച് അറിയാവുന്ന ഒരുപാട് പേരുണ്ടാവും. അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് ചെസ്സിലെ ഭടന്മാർക്ക് ഈ പേരുകൾ കിട്ടിയതെന്ന് നോക്കാം. പണ്ട് കാലങ്ങളിൽ ചെസ് കൂടുതൽ ജനകീയമാക്കുന്നതിന് വേണ്ടി സമൂഹത്തിൻ്റെ പല തട്ടിൽ സാധാരണക്കാർ ചെയ്തിരുന്ന ജോലിയുടെ പേരുകളാണ് ഇതുപോലെ ഓരോ കാലാളുകൾക്കും കൊടുത്തിരുന്നത്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ക്വീനിൻ്റെ ഇടത് സൈഡിലുള്ള റൂക്കിന് മുന്നിലുള്ള ആൾക്കാരെ ചൂതാട്ടക്കാരൻ അല്ലെങ്കിൽ അതുപോലുള്ള ജോലികളിൽ ഏർപ്പെട്ടിരുന്ന ആൾക്കാരായിട്ടാണ് കണക്കാക്കിയിരുന്നത്. അതിൻ്റെ തൊട്ടടുത്തുള്ള കുതിരയുടെ മുന്നിലുള്ള ആളിനെ പോലീസുകാരൻ അല്ലെങ്കിൽ നഗരത്തിൻ്റെ കാവൽക്കാരൻ എന്നൊക്കെയാണ് അറിയപ്പെട്ടിരുന്നത്. അടുത്തായി ബിഷപ്പിന് മുന്നിലുള്ള ആളിനെ സത്രം സൂക്ഷിപ്പുകാരൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ക്വീനിൻ്റെ മുന്നിലുള്ള ആളിനെ വൈദ്യൻ അല്ലെങ്കിൽ ഡോക്ടറായും രാജാവിന് മുന്നിലുള്ള ആളിനെ വ്യാപാരി അല്ലെങ്കിൽ പണം കൈമാറ്റുന്ന ആളായും കണക്കാക്കിയിരുന്നു. ഇനി രാജാവിൻ്റെ അടുത്തായിട്ടുള്ള ബിഷപ്പിന് മുന്നിലുള്ള ആളിനെ നെയ്ത്തുകാരനെന്നും അതിനടുത്തായിട്ടുള്ള ആളിനെ കൊല്ലപ്പണിക്കാരനെന്നും ഏറ്റവും വലതുസൈഡിലായിട്ടുള്ള ആളിനെ കൃഷിക്കാരനായിട്ടുമാണ് കണക്കാക്കിയിരുന്നത്. വീഡിയോയുടെ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ചെസ് കൂടുതൽ ജനകീയമാക്കുന്നതിനും രസകരമാക്കുന്നതിനും വേണ്ടിയാണ് ഇതുപോലുള്ള പേരുകൾ കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ പ്രത്യേകിച്ച് ഓർമ്മിച്ച് വയ്ക്കേണ്ട ആവശ്യമില്ല. എന്നാൽ നമ്മൾ ഗെയിം കളിക്കുമ്പോൾ ഈ പോണുകളും പോൺ സ്ട്രക്ചറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുകൂടെ വളരെ വേഗത്തിൽ ഒന്ന് പറയാം. പണ്ട് കാലങ്ങളിലെ പോലെ ഇപ്പോഴും ഓരോ പോണുകളും ഓരോ പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. കിങ്ങിന് മുന്നിലുള്ള പോണിനെ കിങ്സ് പോണെന്നും ക്വീനിന് മുന്നിലുള്ള പോണിനെ ക്വീൻസ് പോണെന്നും അറിയപ്പെടുന്നു. അതുപോലെ തന്നെയാണ് മറ്റ് പീസുകളും. കിങ് സൈഡിലെ പീസുകളെ കിങ്സ് ബിഷപ്പ്, കിങ്സ് നൈറ്റ്, കിങ്സ് റൂക്ക് ഇങ്ങനെയാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെയാണ് ക്വീൻ സൈഡിലെ പീസുകളും. പിന്നെ അവയ്ക്ക് മുന്നിലുള്ള പോണുകളെ ഓരോ പീസിൻ്റെയും പേര് കൂടെ ചേർത്താണ് അറിയപ്പെടുന്നത്. അതായത് കിങ് സൈഡിലെ ബിഷപ്പിന് മുന്നിലുള്ള പോണിനെ കിങ്സ് ബിഷപ്പ് പോണെന്നും ക്വീൻ സൈഡിലെ ബിഷപ്പിന് മുന്നിലെ പോണിനെ അറിയപ്പെടുന്നു. അതുപോലെ തന്നെ മറ്റു പോണുകളും അതാത് ഫയലുകളിലെ പീസുകളുടെ പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി ഗെയിം മുന്നോട്ട് പോകുമ്പോൾ പോണുകളുടെ ഘടനയിൽ വരുന്ന മാറ്റം അനുസരിച്ചും എൻഡ് ഗെയിമിലേക്ക് വരുമ്പോൾ നിലവിലുള്ള പീസുകളുടെ അടിസ്ഥാനത്തിലും അതുപോലെ പോണുള്ള പൊസിഷൻ്റെ അടിസ്ഥാനത്തിലും പോണുകളുടെ പേരുകൾക്ക് മാറ്റം വന്നുകൊണ്ടേയിരിക്കും. എല്ലാം കൂടെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞവസാനിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഏറ്റവും ബേസിക് ആയിട്ടുള്ള 8 പോൺ സ്ട്രക്ചറുകൾ മാത്രമാണ് നമ്മളിനി ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തത് ഐസൊലേറ്റഡ് പോണുകളാണ്. നമ്മളിപ്പോൾ ഐസൊലേറ്റഡ് പോൺ എന്താണെന്ന് മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ മറ്റ് പോണുകളുടെ സപ്പോർട്ടില്ലാതെ ഇങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന പോണുകളെയാണ് ഐസൊലേറ്റഡ് പോണുകളെന്ന് അറിയപ്പെടുന്നത്. ഇവിടെ സപ്പോർട്ടില്ല എന്ന് ഉദ്ദേശിച്ചത് ആ പോണുള്ള ഫയലിൻ്റെ തൊട്ടടുത്തുള്ള 2 ഫയലുകളിലും മുന്നിലായിട്ടോ പിന്നിലായിട്ടോ ഒരു സ്ക്വയറുകളിലും നമ്മുടെ പോണുകൾ ഉണ്ടായിരിക്കില്ല. ഇങ്ങനെയുള്ള ഐസൊലേറ്റഡ് പോണുകൾ പൊതുവെ വീക്ക് പോണുകളായിട്ടാണ് അറിയപ്പെടുന്നത്. എന്നാൽ ഇങ്ങനെ ഐസൊലേറ്റഡ് പോണുകൾ ഉണ്ടാകുന്നതിലൂടെ ആ സൈഡിന് ചെറിയൊരു പ്ലസ് പോയിൻ്റ് ഉണ്ടാകാറുണ്ട്. അതായത് ആ പോണിൻ്റെ 2 സൈഡിലും സ്വന്തം പോണുകളില്ലാത്തത് കാരണം റൂക്കുകൾക്കും ക്വീനിനും ഇവിടെ ഒരു ഓപ്പൺ ഫയൽ കിട്ടാൻ സാധ്യതയുണ്ട്. അതൊരു പ്ലസ് പോയിൻ്റ് ആണ്. അതുപോലെ തന്നെ സ്വാഭാവികമായും ആ പോണിന് മുന്നിലുള്ള 2 സ്ക്വയറിലേക്ക് കൺട്രോളും കിട്ടും. എന്നാൽ ഈ പോണുകളുടെ ഏറ്റവും വലിയ നെഗറ്റീവ് എന്നുള്ളത് മറ്റ് പോണുകളുടെ സപ്പോർട്ടില്ലാത്തതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഏതെങ്കിലും ഒരു പീസ് വെച്ച് ആ പോണിന് സപ്പോർട്ട് എടുക്കേണ്ടി വരും.
അല്ലെങ്കിൽ എതിരാളിക്ക് ആ പോണിനെ വളരെ വേഗത്തിൽ ആക്രമിക്കാൻ കഴിയും. നമ്മളിവിടെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയുന്നില്ല, വളരെ ചുരുക്കിയാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ പോൺ സ്ട്രക്ചറായ ഡബിൾഡ് പോൺസ് എന്നാൽ എന്താണെന്ന് നോക്കാം. അതും പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ ഒരു ഫയലിൽ 2 പോണുകൾ വരുന്നതിനാണ് ഡബിൾഡ് പോൺ എന്ന് പറയുന്നത്. ഇത് പൊതുവെ വീക്കായിട്ടുള്ള ഒരു പോൺ സ്ട്രക്ചറായിട്ടാണ് കണക്കാക്കപ്പെടുന്നതെങ്കിലും ഇതിനും കുറച്ച് അഡ്വാൻറ്റേജുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റൂക്കുകൾക്ക് ഓപ്പൺ ഫയൽ കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ മറ്റുള്ള പീസുകൾക്ക് ഫ്രീ ആയിട്ട് സഞ്ചരിക്കാനുള്ള ഇഷ്ടംപോലെ സ്പേസും കിട്ടും. അതിനോടൊപ്പം ആ പോണുകൾക്ക് സ്വാഭാവികമായിട്ടും 4 സ്ക്വയറുകൾ കൺട്രോൾ ചെയ്യാനും കഴിയും. പിന്നെ ഇതിലുള്ള പ്രധാന വീക്ക്നെസ് എന്തെന്ന് വെച്ചാൽ 2 പോണുകളും ഒരേ ഫയലിലാതെ കാരണം മുന്നിലുള്ള ഒരു പോൺ ബ്ലോക്കായാൽ തന്നെ 2 പോണുകളും ബ്ലോക്കാവും. ആ പോണുകൾക്ക് ഫ്രീ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. പിന്നെയുള്ള കാര്യം 2 പോണുകളും പരസ്പരം സപ്പോർട്ടല്ല ഉള്ളത്. അതുകൊണ്ട് തന്നെ എതിരാളിക്ക് ഈ പോണുകൾക്കെതിരെ വളരെ ഈസി ആയിട്ട് അറ്റാക്ക് കൊണ്ടുവരാൻ കഴിയും. ഇനി മൂന്നാമത്തെ ബാക്ക്വേർഡ് പോൺ എന്താണെന്ന് നോക്കാം. ബാക്ക്വേർഡ് പോൺ എന്തെന്ന് വെച്ചാൽ ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയാതെ മറ്റ് പോണുകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഏറ്റവും പിന്നിലായിട്ട് നിൽക്കുന്ന പോണിനെയാണ് ബാക്ക്വേർഡ് പോൺ എന്ന് പറയുന്നത്. ഇതെല്ലാം ഉദാഹരണ സഹിതം വളരെ വിശദമായിട്ട് പറയേണ്ട കാര്യങ്ങളാണ്. അങ്ങനെ ഓരോന്നും വളരെ വിശദമായിട്ട് പറയാൻ നിന്നാൽ ഈ വീഡിയോയുടെ ലെങ്ത് വളരെ കൂടുതലാകുകയും കാണുന്നവർക്ക് ബോറാകാനും സാധ്യതയുണ്ട്. ഈ വീഡിയോയിൽ ഓരോ പോൺ സ്ട്രക്ചറും ജസ്റ്റ് ഒന്ന് കാണിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇനി നാലാമത്തത് പാസ്ഡ് പോണുകളാണ്. നമുക്കിനി പോണുകൾ ഒഴിച്ചുള്ള മറ്റു കരികളെല്ലാം ബോർഡിൽ നിന്ന് ഒഴിവാക്കാം. പാസ്ഡ് പോൺ എന്താണെന്ന് വെച്ചാൽ എതിരാളിക്ക് പോണുകൾ ഉപയോഗിച്ച് തടയാൻ കഴിയാത്ത പോണുകളെയാണ് പാസ്ഡ് പോൺ എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിൻ്റെ ഡി ഫയലിലെ പോൺ മുന്നോട്ട് വരുന്നത് തടയാനായിട്ട് വൈറ്റിനിവിടെ പോണുകളൊന്നുമില്ല. അതുപോലെ തന്നെയാണ് വൈറ്റിൻ്റെ ഇ ഫയലിലെ പോണിനും അതിനെയും തടയാൻ ഇവിടെ ബ്ലാക്കിന് പോണുകളൊന്നുമില്ല. ഇങ്ങനെയുള്ള പോണുകളെയാണ് പാസ്ഡ് പോൺ എന്ന് പറയുന്നത്. മിക്കവാറും എൻ്റെ ഗെയിമുകളിലും ആര് ഗെയിം വിജയിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഇങ്ങനെയുള്ള പാസ്ഡ് പോണുകളായിരിക്കും. ഇനി നമുക്ക് അഞ്ചാമത്തത് നോക്കാം. അഞ്ചാമത്തത് ഹാങ്ങിങ് പോൺസ് ആണ്. ഇതുപോലെ ഒരേ റാങ്കിൽ അടുത്തടുത്തിരിക്കുന്ന പോണുകളെയാണ് ഹാങ്ങിങ് പോൺസ് എന്ന് പറയുന്നത്. മുന്നിലുള്ള പ്രധാനപ്പെട്ട 4 സ്ക്വയറുകൾ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നതാണ് ഇങ്ങനൊരു പോൺ സ്ട്രക്ചർ കൊണ്ടുള്ള പ്രധാനപ്പെട്ട ഉപയോഗം. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിൻ്റെ ഈ C5 പോണിനെ ഇവിടെ നിന്നും ഒഴിവാക്കിയ ശേഷം ഈ പോണുകളെ ഇതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാലാണ് വൈറ്റിന് അഡ്വാൻറ്റേജ് കിട്ടുന്നത്. അല്ലാതെ ഇവിടെ ഇപ്പോൾ ഈ ഒരു പോണിനെ മാത്രം മൂവ് ചെയ്യുകയാണെങ്കിൽ D5 പോൺ ബാക്ക്വേർഡ് പോണായിട്ട് മാറും. അല്ലാതെ ഇവിടെ ഇപ്പോൾ ഡി പോണിനെ മുന്നോട്ട് കൊണ്ടുപോയി ഇവിടെ ഇങ്ങനെ ഒരു എക്സ്ചേഞ്ച് നടത്തുകയാണെങ്കിൽ ഇവിടുത്തെ പോൺ ഐസൊലേറ്റഡ് പോണായിട്ട് മാറും. അതുകൊണ്ട് ഇത്തരം പോണുകളെ മൂവ് ചെയ്യിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇനിയുള്ളത് പോൺ മെജോറിറ്റി ഇൻ ദ സെൻറ്ററും പോൺ മെജോറിറ്റി ഇൻ ദ ഫ്ലാങ്കും ആണ്. അത് പേരുകൾ സൂചിപ്പിക്കുന്ന പോലെ തന്നെ എതിരാളിയേക്കാൾ സെൻറ്ററിലേക്ക് പോണുകൾ കൂടുതലുള്ളതും അതുപോലെ സൈഡുകളിലേക്ക് കൂടുതലുള്ള സ്ട്രക്ചറുകളാണ്. എല്ലാത്തിനും അതിൻ്റേതായ അഡ്വാൻറ്റേജുകളും ഡിസഡ്വാൻറ്റേജുകളും ഉണ്ട്. ശരിക്കും നമ്മളിങ്ങനെ പോൺ സ്ട്രക്ചറുകളെ കുറിച്ച് പറയാൻ വേണ്ടി തുടങ്ങിയ വീഡിയോ അല്ല ഇത്. ആ ചാനലിൽ വന്ന ചോദ്യത്തിനുള്ള ഉത്തരം വേഗത്തിലൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയ വീഡിയോ ആണ്. എന്തായാലും വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.